സോ ഹായ് ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു ഹിന്ദി ക്ലാസ്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ റെയിൻ ബസേരേമി എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ക്ലാസ്സിൽ ആ പാഗൽ ആദ്മി വന്നിട്ട് അവർ എന്തൊക്കെയോ പറഞ്ഞ് ഉപദ്രവിക്കുന്നുണ്ട്, മെക്കിട്ട് കയറുന്നുണ്ട്. അപ്പൊ ഇനി നമ്മൾ അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ പാഗൽ ആദ്മി അവിടെ നിന്ന് പോയിട്ടില്ല, എന്താണ് അവിടെ തന്നെ ഉണ്ട്, പാഗൽ ആദ്മി അവിടെ തന്നെ ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഇനി അമൃത്ലാൽ വേഗതും ചോട്ടുവും എന്തൊക്കെ കാര്യങ്ങളിലൂടെ കൂടെയാണ് എന്ത് ചെയ്തത് കടന്നു പോയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി അങ്ങോട്ട് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി കണ്ടിന്യൂ ചെയ്യാം. റെയിൻ ബസേരയും അത് എഴുതിയിരിക്കുന്ന ആളാണ് അമൃത്ലാൽ വേഗത്. അതൊരു യാത്രാവൃത്താണെന്ന് നമുക്കറിയാം. അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, യെസ്. ലേക്കിൻ വ പാഗൽ ജോ താ ഊൽ ജലൂൽ ബക്നെ ലഗ. അപ്പോ ഇദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ കാര്യങ്ങളൊക്കെ കണ്ടപ്പോ നമ്മുടെ അമൃത്ലാൽ വേഗത്തിനും ചോട്ടുവിനും മനസ്സിലായി ഇദ്ദേഹം ഒരു ഭ്രാന്തുള്ള ആളാണ്, ഒരു വട്ട് കേസാണെന്ന് മനസ്സിലായി. അപ്പൊ എന്താണ്, അപ്നെ ആപ്കോ CID ഇൻസ്പെക്ടർ ബത്താനെ ലഗ. അതായത് അദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങി, തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി, CID ഇൻസ്പെക്ടർ ആണെന്ന് അവർ എന്ത് ചെയ്യാൻ തുടങ്ങി, പറയാൻ തുടങ്ങി എന്ന് പറയാണ്. ക്യാ സമജ്തേ ഹോ, എന്നിട്ട് അദ്ദേഹം CID ഇൻസ്പെക്ടർ പറയുന്ന കാര്യമാണ്. ക്യാ സമജ്തേ ഹോ, നീ എന്താണ് സ്വയം വിചാരിച്ചു വെച്ചിരിക്കുന്നത്? मैं सादे भेष में रहकर चोरों का पता लगाता हूँ. मैं सादे भेष എന്ന് പറഞ്ഞാൽ ഞാൻ നോർമൽ ആയിട്ടുള്ള അട്ടയർ അല്ലെങ്കിൽ ഞാൻ നോർമൽ ആയിട്ടുള്ള ക്ലോത്ത്സ് ധരിച്ചിട്ട് എന്ത് ചെയ്യാറാണ് പതിവ്, മറ്റുള്ള കള്ളന്മാരെ പിടിക്കലാണ് എന്റെ മെയിൻ വർക്ക് എന്ന് പറയാണ്. ഉസ്കെ സവാൽ ബേസിർ പേർ കെ थे. ഉസ്കെ സവാൽ, അദ്ദേഹം ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളും എന്താണ്, ബേസിർ പേർ കെ थे. ബേസിർ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒട്ടും തന്നെ നോളജ് ഇല്ല, അതിൽ എന്താണ് ഒരു ജാതി, അതായത് നമുക്ക് പറയാൻ പറ്റും അത്രയും ക്വാളിറ്റി ഇല്ലാത്ത, അതുപോലെ തന്നെ ഒരു അടിത്തറ ഇല്ലാത്ത പോലത്തെ ക്വസ്റ്റ്യൻസ് പോലെ നമുക്ക് തോന്നും. ബിക്കോസ് എന്തൊക്കെ മണ്ടത്തിലാണ് ഇയാൾ വിളിച്ച് പറയണേന്നാണ് അമൃത്ലാൽ വേഗതും ചോട്ടുവും ആലോചിക്കുന്നത്. ജബ് ന ദേത്തെ തോ ചാബുക് സെ മാർനെ കാ ധംകി ദേത്ത. ഓക്കെ, ജവാബ് എന്ന് പറഞ്ഞാൽ എന്താണ്, എപ്പോഴാണോ അവർ തിരിച്ച് മറുപടി കൊടുക്കാത്തത് അപ്പൊ എന്താണ്, ചാബുക് എന്ന് പറഞ്ഞാൽ ചാട്ടമാറ് കൊണ്ട് അവർ അടിക്കും എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാൻ തുടങ്ങി, ധമക്കി ദേത്ത എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് എന്താ പറയണതിന്, നമ്മിങ്ങനെ കൃത്യമായിട്ട് എന്താണ് അടിക്കും എന്ന് കംപ്ലീറ്റ് ആയിട്ട് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി എന്ന് പറയാണ്. ഇസ്ലിയെ കോയി നാ കോയി ജവാബ് ദേത്ത രഹ. അപ്പൊ അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ഒരു ധംകിയ അല്ലെങ്കിൽ യു ക്യാൻ സേ ഇങ്ങനെ ഒരു ഭീഷണി കണ്ടിന്യൂസ് ആയിട്ട് തരുന്ന കാരണം അദ്ദേഹം എന്ത് ചെയ്തു, എന്തൊക്കെ ആയാലും എന്തെങ്കിലുമൊക്കെ ഒരു മറുപടി അദ്ദേഹം കൊടുക്കാൻ തുടങ്ങി എന്ന് പറയാണ്. ബീച്ച് ബീച്ച് മേ ഹവാ മേ ഏസാ ഹാത്ത് ഗുമാത്ത മാനോ ഹാത്ത് മേ കോടാഹു. ബീച്ച് ഇടയ്ക്കിടയ്ക്ക് കൈ ഒന്ന് വെച്ച് ഇങ്ങനെ ആയും എന്തിനു വേണ്ടിയാണ്, തല്ലാൻ വേണ്ടി. പക്ഷെ തല്ലൊന്നുമില്ല, പക്ഷെ അദ്ദേഹം കൈ കൊണ്ടൊന്നും ആയുമ്പോ എന്താ തോന്നണ എല്ലാവർക്കും, ഗുമാത്ത, ഹവാമേ ഗുമാത്ത എന്ന് പറഞ്ഞാല് കൈ ഇങ്ങനെ കാറ്റിലിട്ട് ആട്ടണ പോലെ അടിക്കാൻ പോണ പോലെ കാണിക്കും. മാനോ, അതായത് തോന്നുന്ന എന്താണ്, ഹാത്ത് മേ കോടാഹോ, കയ്യിൽ കോട എന്ന് പറഞ്ഞാൽ വീണ്ടും എന്തുതന്നെയാണ്, കൃത്യമായിട്ട് ഈ ഒരു ഉറുമി അല്ലെങ്കിൽ എന്താ അതിനെ പറയാ, ചാട്ടമാറിന്റെ വേറൊരു വാക്കാണ് കോട എന്ന് പറഞ്ഞാൽ. സോ അതുള്ള പോലെയാണ് അദ്ദേഹത്തിന്റെ റിയാക്ഷൻസും ആക്ഷൻസും എന്നൊക്കെയാണ് നമ്മുടെ അമൃത്ലാൽ വേഗം നമ്മളോട് പറയുന്നത്. ജബ് ഉൻകി നജ്രാഗി बढ़ जाती तब उनका चेहरा क्रोध से विकृत हो उठा. ഓക്കെ, ജബ് ഉനിക്ക് എപ്പോഴാണോ അദ്ദേഹത്തിന്റെ നാരാസ്ഗി എന്ന് പറഞ്ഞാൽ ആ ഒരു ദേഷ്യം അല്ലെങ്കിൽ ആ ഒരു ക്രോധം എപ്പോഴാണോ വളരെ അധികമാകുന്നത്, ബഡ് ജാതി എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ അത് വളരെ അധികമാകുന്നത്, തബ് ഉനക്ക അപ്പോ അദ്ദേഹത്തിന്റെ ചെഹര എന്ന് പറഞ്ഞാൽ ഫേസ്, ക്രോധ് സേ വിക്രത് ഹോ ജാത. വിക്രത് എന്ന് പറഞ്ഞാൽ ക്രോധം കൊണ്ട് നിറയും, കംപ്ലീറ്റ് ആയിട്ട് അത് ക്രോധം കൊണ്ട് നിറയും എന്ന് പറയാണ്. ലാച്ചാർ ഹം ഉൻകി ഘൂസ് സഹത്തെ രഹെ. ലാച്ചാർ എന്ന് പറഞ്ഞാല് ഒരു കഴിവുമില്ലാണ്ട്, അതായത് ഭയങ്കരമായിട്ട് പവർലെസ് ആയിട്ട് എന്താണ് അവർ ചെയ്തത്, ഒന്നും ചെയ്യാൻ അവർക്ക് പറ്റില്ല. ബിക്കോസ് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ അവർ നിൽക്കുകയാണ്. സോ അതാ പറയുക, ലാച്ചാർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ എന്ത് ചെയ്യാണ്, ഉൻകി ഘൂസ് സെഹത്തെ രഹെ. ഓക്കെ, അതായത് അദ്ദേഹം അവിടെ ത്രെട്ടനിങ്, അദ്ദേഹത്തിന്റെ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഭീഷണി എന്ത് ചെയ്യാൻ തുടങ്ങി, അവര് സെഹനെ ലഗി എന്ന് പറഞ്ഞാൽ അവരത് കംപ്ലീറ്റ് ആയിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ അവർ കംപ്ലീറ്റ് ആയിട്ട് അത് കൃത്യമായിട്ട് അത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, വേറെ ഒന്നും അവർക്ക് ചെയ്യാനില്ല. സോ അതാ പറയുന്നത് എന്താണ്, അവർക്ക് വേറൊരു നിവൃത്തിയില്ല. സോ അത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കാൻ തുടങ്ങി എന്ന് പറയാണ്. ഓക്കെ, എന്നിട്ട് പറയുന്നുണ്ട് പാസ് പഡോസ് മേ കൈ ഗർത്തെ. പാസ് പഡോസ് എന്ന് പറഞ്ഞാൽ അയൽവക്കത്തൊക്കെ ഒരുപാട് വീടുണ്ടായിരുന്നു, ബട്ട് സ്റ്റിൽ ഒരാൾ പോലും ഞങ്ങൾ എന്ത് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല, സഹായിക്കാൻ വരുന്നുണ്ടായിരുന്നില്ല എന്ന് പറയാണ്. ഹമാരി സഹായത്താ കെ ലിയേ കോയി ക്യൂ നഹി ആ രഹി. അപ്പൊ എന്താണ്, ഞങ്ങളുടെ സഹായത്തിന് വേണ്ടി ഒരാൾ പോലും എന്താണ് വരാത്തത്, ഹമാരി സഹായത, ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി, കോയി ക്യൂ ആ നഹി രഹ എന്ന് പറഞ്ഞാൽ ഒരാൾ പോലും എന്താണ് വരാത്തത് എന്ന് അദ്ദേഹം സ്വയം ചിന്തിക്കുകയാണ്. ക്യാ കോയി സമജ്താ നഹി കി ഹമാരെ സാത്ത് ക്യാ ഹോ രഹാ ഹെ.
ഈ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് അറിയില്ലേ ഞങ്ങളുടെ കൂടെ എന്തൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നതെന്ന്, അവിടുത്തെ ആൾക്കാർക്ക് അറിയില്ലേ എന്ന് വളരെ വളരെ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ വളരെ ഡൗൺ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അദ്ദേഹം ചോദിക്കുകയാണ്. ऐसा लगता था मानो यह रात कभी खत्म ही नहीं होगी. ऐसा लगता था എന്ന് പറഞ്ഞാൽ തോന്നുന്നത് എങ്ങനെയാണ്, ഇന്നത്തെ രാത്രി, അതായത് ഈ പാഗലാത്മിയും ഇവരും തമ്മിലുള്ള ഒരു കൗണ്ടർ നടക്കുന്ന ആ ഒരു രാത്രി എന്താണ്, ഒരു കാലത്തും തീരുന്നില്ല. അതായത് സമയം പോകുന്നില്ല, ബിക്കോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇദ്ദേഹത്തിന്റെ ഭീഷണി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് എവ്രി വൺ ഇസ് സ്കേഡ്. ചോട്ടും അമൃത്ലാലും കംപ്ലീറ്റ്ലി ഡെസ്പായിട്ടിരിക്കുകയാണ്, ഭയങ്കരമായിട്ട് സ്കേഡ് ആയിട്ടിരിക്കുകയാണ് അവര്. സോ എന്ത് ചെയ്യണം എന്ന് അവർക്ക് അറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അപ്പൊ അവർ വിചാരിക്കുകയാണ്, ഈ രാത്രി തീരുന്നില്ലല്ലോ, ഒരു 2-3 ആൾക്കാരെങ്കിലും ഇത് കാണാനായിട്ട്, ഈ രാത്രി തീരുന്നില്ലല്ലോ എന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിച്ച് എന്ത് ചെയ്യാണ്, ആലോചിക്കുകയാണ്. ഓക്കെ, ഇനി നോക്കി തബി ഉൻകാ ധ്യാൻ, അപ്പോഴാണ് അവരുടെ ശ്രദ്ധ കോനെ മേസെ. തബി ഉൻക എന്ന് പറഞ്ഞാല് നമ്മുടെ അമൃത്ലാൽ വേഗത്തിനെ ഉപദ്രവിക്കുന്ന ആ ഒരു പാഗൽ ആദ്മീനെയാണ് ഇവിടെ എന്ത് പറയുന്നത്, ഉൻക എന്ന് പറഞ്ഞ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, തബി ഉൻകാ ധ്യാൻ, അപ്പോഴാണ് ആ പാഗൽ ആദ്മിയുടെ ധ്യാൻ എന്ന് പറഞ്ഞ ശ്രദ്ധ കോനെ മേ റഖെ. കോനെ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു കോർണറിൽ വെച്ചിരിക്കുന്ന ഹമാരെ സാമാൻ കി ഓർ ഗയ, ഞങ്ങളുടെ സാമാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സാധനങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ ഐറ്റംസിന്റെ നേരെ എന്തേ അദ്ദേഹത്തിന്റെ ശ്രദ്ധ തിരിഞ്ഞു എന്ന് പറയാണ്. ഇസ്മേ ക്യാ ഹെ, ഇതിന്റെ ഉള്ളിൽ എന്താണെന്ന് ആവർത്തിച്ച് ചോദിക്കുകയാണ്. മുജെ ഇസ്കി തലാശി ലേനി ഹോഗി, എനിക്കിതൊന്ന് ചെക്ക് ചെയ്യണം. മുജെ, എനിക്ക്, ഇസ്കി ഇതിന്റെ, തലാശി ലേനി ഹോഗി എന്ന് പറഞ്ഞാൽ എനിക്കിതൊന്ന് സെർച്ച് ചെയ്യണം, അല്ലെങ്കിൽ എനിക്കിതൊന്ന് ചെക്ക് ചെയ്യണം, തിരയണം എന്ന് പറയാണ്. മുജെ ചിന്താ ഹുവ, അപ്പോഴാണ് അദ്ദേഹം പെട്ടെന്ന് ഒന്ന് ചിന്തിച്ചത്, ഷിറ്റ്, എന്താണ്, വലിയൊരു പ്രശ്നമാണ് വരാൻ പോകുന്നത്. സോ വാട്ട് വിൽ ഹാപ്പൻ. അപ്പൊ അദ്ദേഹം കംപ്ലീറ്റ്ലി ഭയങ്കര ഒരു സ്ട്രെസ്ഡ് മോഡിലാണ്. കാരണം എന്താണ്, നമുക്ക് അടുത്ത സ്ലൈഡിൽ കാണാൻ പറ്റും. ഉസ്മേ സബ്ജി കാട്ടനെ കാ ചാക്കൂ ബി ഥാ, അതായത് ഈ സാമാൻ കിസ്സ ചോദിച്ചാൽ ഈ ഒരു കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ്, യെസ് മുജെ ഇസ്കി തലാശി ലേനി ഹോഗി എന്ന് പറഞ്ഞതാണ്, നമ്മുടെ അവരുടെ സാധനങ്ങൾ നോക്കിയിട്ട് പറയുന്നുണ്ട് എനിക്ക് ഇതിനെ ഒന്ന് സെർച്ച് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ സാധനങ്ങളുടെ ഉള്ളിൽ വേറെ എന്തുണ്ട്, ഉസ്മേ അതിന്റെ ഉള്ളിൽ സബ്ജി കാട്ട്നേക്ക, സബ്ജി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന എന്താണ്, ചാക്കു ബീത. ചാക്കു എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ബേസിക് കത്തീനെയാണ് നമ്മൾ ഇവിടെ ഹിന്ദിയിൽ ചാക്കു എന്ന് പറയുന്നത്. കഹീവ് ഉനക്കെ ഹാത്ത് ലഗ്ഗയാത്തോ, അപ്പൊ അദ്ദേഹം വളരെ ഇതായിട്ട് ചോദിക്കുകയാണ്, കഹീവോ, ഇനി അറിയാണ്ട് എന്താണ്, ഉനിക്കെ ഹാത്ത്, അദ്ദേഹത്തിന്റെ കയ്യിൽ അത് കൊണ്ടുപോയാൽ, അല്ല അറിയാണ്ട് ഒന്ന് കൈ കൊണ്ടുപോയാൽ പ്രശ്നമാവില്ലേ എന്ന് അദ്ദേഹം പറയാണ്. അതുകൂടാണ് അവർക്ക് വേറെ പേടിയുണ്ട്, ഈ സാധനങ്ങൾ സെർച്ച് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ആ ഒരു കത്തി കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ അടുത്ത ഭീഷണി എന്തായിരിക്കും, ഈ കത്തി വെച്ചിട്ടായിരിക്കും. സോ അങ്ങനത്തെ പേടി അമൃത്ലാൽ വേഗത്തിന്റെ ഉള്ളിൽ വീണ്ടും വീണ്ടും എന്താ ഇങ്ങനെ വരാൻ തുടങ്ങി. മേരെ ബീത്തർ എന്ന് പറയാൻ എന്റെ ഉള്ളില് എന്താണ്, ഭയ്ക്ക് ഏക് ഹിലാർ സി ഹുട്ടി, എന്റെ ഉള്ളില് ഭയത്തിന്റെ ഒരു ഹിലാർ എന്ന് പറഞ്ഞാൽ ഒരു മൂവ്മെന്റ്, ഒരു പ്രകമ്പനം അവിടെ സംഭവിച്ചു എന്ന് പറയാണ്. അതായത് വളരെയധികം പേടിച്ചിരിക്കുകയാണ്. അതിന്റെ കൂടെ ഈ സാധനങ്ങളും അദ്ദേഹം സെർച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കുറച്ചും കൂടെ പേടി കൂടി എന്ന് പറയാണ്. ഇനി അടുത്ത് നോക്കി, ഉസ്നെ ഹമാര പിട്ടു കോല, അദ്ദേഹം ഞങ്ങളുടെ ആ ഒരു ബാക്ക് പാക്ക്, പിട്ടു എന്ന് പറഞ്ഞാൽ ബാക്ക് പാക്ക്, പുറത്ത് യൂസ് ചെയ്യുന്ന ബാക്ക് പാക്ക് തുറന്നു എന്ന് പറയണം. കോല എന്ന് പറഞ്ഞാൽ തുറന്നു. ഏക് ചീസ് നിക്കാൽക്കർ ഫേക്കിനെ ലഗ, ഓരോ സാധനങ്ങളായിട്ട് എടുത്തിട്ട് വലിച്ചെറിയാൻ തുടങ്ങി. ഏക് ചീസ് എന്ന് പറഞ്ഞാൽ ഓരോ സാധനങ്ങൾ, നിക്കാൽക്കർ എന്ന് പറഞ്ഞാൽ പുറത്തോട്ട് എടുത്തിട്ട് വലിച്ചെറിയാൻ തുടങ്ങി എന്ന് പറയാണ്. मैं दम सादे उसकी हर गतिविधि को देखता रहा. मैं दम सादे എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഞാൻ എൻ്റെ ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ശ്വാസം ഇങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന ഓരോ പ്രവർത്തികളും, ഗതിവിധി എന്ന് പറഞ്ഞാൽ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആക്ടിവിറ്റി, കണ്ടോണ്ടിരുന്നു എന്ന് പറയുന്നത്. ദേക്താരഹ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് കണ്ടോണ്ടിരുന്നു എന്ന് പറയാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, ഇനി അടുത്തത് അദ്ദേഹം എന്താണ്, ഡെറ്റോൾ. ഓക്കെ, ഡേറ്റാൾക്ക. ഓക്കെ, ഇവിടെ ഡെറ്റോൾ എന്നാണ്, പക്ഷെ എന്താണ് ഹിന്ദിയിൽ ഡെറ്റോൾ നമ്മൾ ഡെറ്റോൾ എന്ന് പറഞ്ഞാൽ ഡെറ്റാൾ എന്നേ പറയുള്ളൂ. ഡെറ്റാൾ കി ശീശി, ഡെറ്റാളിന്റെ ശീശി എന്ന് പറഞ്ഞാൽ കുപ്പിച്ചില്ലുള്ള, പണ്ട് കാലത്ത് ഡെറ്റോളിന്റെ പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും ആയിരുന്നില്ല, കുപ്പി, അതായത് പൊട്ടുന്ന ചില്ല് കുപ്പിയിലായിരുന്നു പണ്ട് ഡെറ്റോൾ വന്നിരുന്നത്. പറയാണ് ഡെറ്റാൾ കി ശീശി ഫർഷ് പർ ദേ മാരി, അദ്ദേഹത്തിന് ബോധമില്ല എന്താ അദ്ദേഹം ചെയ്യണേന്നുള്ളത്. അത് കുപ്പിച്ചില്ലാണ് അല്ലെങ്കിൽ അതൊരു ചില്ല് കുപ്പിയിലാണെന്നുള്ളത് ഒരു ബോധവും അദ്ദേഹത്തിന് ഇല്ല. അപ്പൊ അദ്ദേഹം കംപ്ലീറ്റ്ലി എന്ത് അത് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എവിടേക്കാണെന്നൊന്നുമില്ല. ഓരോ സാധനങ്ങൾ എടുത്ത് അദ്ദേഹം അതിനെ അനലൈസ് ചെയ്യാണ്ട് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറയാണ്. അപ്പോഴാണ് ഡെറ്റാളിന്റെ കുപ്പി അദ്ദേഹത്തിന് കിട്ടിയത്. അപ്പോഴും അത് അദ്ദേഹം എന്ത് ചെയ്തു, ഫർഷ് പർ ദേ മാരി എന്ന് പറഞ്ഞാല്, ഫർഷ് എന്ന് പറഞ്ഞാൽ ഫ്ലോർ അല്ലെങ്കിൽ എന്താണ് ആ ഒരു നടക്കുന്ന സ്ഥലം, അവിടേക്ക് എറിഞ്ഞു എന്ന് പറഞ്ഞു. ഫർഷ് പർ ദേ മാരി എന്ന് പറഞ്ഞാൽ ദേ, അത് എന്താണ് ആ നടക്കുന്ന ആ ഒരു തറയിലേക്ക് വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞു. ദേ മാരി എന്ന് പറഞ്ഞാൽ വലിച്ചെറിഞ്ഞു എന്ന് പറയാണ്. സോ എന്തൊക്കെയായാലും ആ കുപ്പി അവിടെ പൊട്ടിയിട്ടുണ്ടാവും. ചീസ് ഏക് നിക്കാൽക്കർ ഫേക്ക് ദി, ഓരോ സാധനങ്ങൾ അദ്ദേഹം കൃത്യമായിട്ട് കണ്ടുപിടിച്ചത് എറിയാൻ തുടങ്ങി എന്ന് പറയാണ്. യഹാ തക്, വേറെ എന്താണ്,
ചാക്കു ബി ഫേക്ക് ദി, ചാക്കു ശ്രദ്ധിക്കാണ്ട് ചാക്കും അദ്ദേഹം പുറത്തോട്ട് വലിച്ചെറിഞ്ഞു എന്ന് പറയണം. അപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ ഉള്ളൊരു സമാധാനം തോന്നിയിട്ടുണ്ടാവുക അല്ലേ. ഇത്രയും നേരം ആ ഒരു സ്ട്രെസ്സിലായിരുന്നു, ദൈവം എന്താകും, ഇനി ആ ചാക്ക് വെച്ച് ഞങ്ങളെ ഭീഷണിപ്പെടുത്തും, അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റുമോ. പക്ഷെ ചാക്കു പറഞ്ഞപ്പോൾ നമ്മുടെ റൈറ്ററിന് എന്തായി, സമാധാനമായി എന്ന് പറയാണ്. ഇനി നോക്കിയേ, അന്തമേ അവസാനമായിട്ട് ദോ തീൻ കിതാബേ നിക്കാലി, അവസാനം എന്താണ്, 2 or 3 കിതാബ് എന്ന് പറഞ്ഞ ബുക്കുകൾ എടുത്തു എന്ന് പറയാണ്. കിതാബേ നിക്കാലി എന്ന് പറഞ്ഞ ബുക്ക് ആ ബാഗിൽ നിന്ന് എടുത്തു എന്ന് പറയാണ്. കിതാബേ ഉസ്നെ ഖോൽക്കർ ദേഖി, ഓരോ ബുക്ക് അദ്ദേഹം എന്ത് ചെയ്തു, തുറന്നു നോക്കി എന്ന് പറയണം. ഖോൽക്കർ ദേഖി എന്ന് പറഞ്ഞാൽ തുറന്നു നോക്കി എന്ന് പറയണം. ഫിർ ജോയ് കീത്തി ഓയ് വാപ്പസ് രഖ്, ജോയ് കീത്തി ഓയ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ ബുക്ക് അദ്ദേഹം എടുത്തത്, ജസ്റ്റ് ലൈക്ക് ദാറ്റ് അദ്ദേഹം എന്ത് ചെയ്തോ, തിരിച്ച് കറക്റ്റ് ആയിട്ട് എടുത്ത് വെച്ചു എന്ന് പറയാണ്. ഓക്കെ, സോ അതായത് അദ്ദേഹം ബുക്ക് കണ്ടപ്പോൾ അത് വലിച്ചെറിയാണ്ട് അദ്ദേഹം ചെയ്ത മെയിൻ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അത് എവിടെ നിന്നാണോ എങ്ങനെയാണോ അദ്ദേഹം എടുത്തത് അത് അതുപോലെ തന്നെ തിരിച്ച് ഫിറ്റ് ചെയ്ത് വെച്ചു. സോ അതാണ് മെയിൻ ആയിട്ട് നമ്മൾ മനസ്സിലായത്. ബാക്കി എല്ലാവരും പറഞ്ഞു, ബുക്ക് മാത്രം അദ്ദേഹം എറിഞ്ഞില്ല എന്ന് പറയണം. ഹമാരി ഓർ മുടുക്കൽ ചോട്ടൂസേ ബോല, ഞങ്ങളുടെ നേരെ തിരിഞ്ഞിട്ട് എന്ത് ചെയ്തു, ചോട്ടുവിനോട് പറഞ്ഞു. ചോട്ടൂസേ ബോല എന്ന് പറഞ്ഞാൽ ചോട്ടുവിനോട് പറഞ്ഞു എന്ന് പറയാണ്. വാട്ട് ഈസ് യുവർ നെയിം, ഓക്കെ, വേറൊന്നുമില്ല, വാട്ട് ഈസ് യുവർ നെയിം, വാട്ട് ഈസ് യുവർ നെയിം എന്നുള്ളൊരു ഇംഗ്ലീഷ് ചോദ്യം ചോദിക്കുകയാണ്. വാട്ട് ഈസ് യുവർ നെയിം. അപ്പൊ എന്താണ്, ചോട്ടുവിനെ സെഹമത്തെ ഹുവേ കഹ, സെഹമത്തെ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്വന്തം ഹെസിറ്റേറ്റ്, പേടിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ബിക്കോസ് ആ ഒരു അവസ്ഥയിൽ എല്ലാവരും ഭയങ്കര പേടിച്ചിരിക്കുകയാണ്, ഫ്ലബഗാസ്റ്റർ ആയിരിക്കുകയാണ്. അപ്പൊ എന്താണ്, ഒരു പേടി ഉണ്ടാവും ഉള്ളിൽ, എന്താണ് കാര്യങ്ങൾ പറയാനായിട്ട്. സോ ചോട്ടു ഭയങ്കര പേടി, സെഹമത്ത് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് പറയാണ്, മുജെ അംഗ്രേസി നഹി ആത്തി. വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിച്ചപ്പോൾ തന്നെ ചോട്ടുവിന് മനസ്സിലായി ഇംഗ്ലീഷ് ആണ് ചോദിക്കുന്നത്. സോ ഹി കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ള കാര്യം പ്രോപ്പർ ആയിട്ട് അവിടെ എന്ത് ചെയ്ത് അഡ്മിറ്റ് ചെയ്ത് പറഞ്ഞു എന്ന് പറയാണ്. മുത്സേ പൂച്ച, എന്നിട്ട് എന്നോട് തിരിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു. അപ്പൊ ആദ്യം ചോദിച്ച ചോട്ടുവിനോടാണ് വാട്ട് ഈസ് യുവർ നെയിം. അത് കഴിഞ്ഞിട്ട് അടുത്ത ചോദിച്ച ആരോടാണ്, നമ്മുടെ അമൃത്ലാൽ വേഗുവിനോടാണ് അടുത്ത ചോദ്യം. തും ക്യാ കർത്തേ ഹോ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ ജോബ് എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്. മാനെ കഹ, അപ്പൊ ഞാൻ തിരിച്ചു പറഞ്ഞു എന്ന് പറയാണ്. മേ ശിക്ഷക് ത, ഞാൻ ഒരു ടീച്ചർ ആയിരുന്നു എന്ന് പറയാണ്. ബച്ചോ കോ പഠാത്താ, കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ആയിരുന്നു എന്ന് പറയാണ്. അപ്പൊ റിട്ടയർ ഹോ ഗയാ ഹോ, ഇപ്പൊ ഞാൻ റിട്ടയർ ആയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ റിട്ടയർമെന്റ് എടുത്തിരിക്കുകയാണെന്ന് പറയാണ്. മേരി ആവാസ് സ്ഥിർ തി, എന്റെ ആവാസ്, എന്റെ വോയിസ് എന്തായിരുന്നു, സ്ഥിർ ആയിരുന്നു. സ്ഥിർ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, എന്റെ വോയിസ് നല്ല പക്ക പെർഫെക്റ്റ് ആയിരുന്നു എന്ന് പറയുന്നത്, ഭയങ്കര സ്റ്റാൻഡേർഡൈസ്ഡ് വോയിസ് ആയിരുന്നു. നല്ല പേടിച്ചൊന്നുമല്ല ഞാൻ പറഞ്ഞത്, പക്ക പെർഫെക്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്ത കാര്യങ്ങൾ അവിടെ പറഞ്ഞത്. ലേക്കിൻ പക്ഷേ അന്തർ ഹി അന്തർ, ഉള്ളിന്റെ ഉള്ളിൽ എന്തുണ്ടായിരുന്നു, മേ ഡറാ ഹുവാ താ, ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു എന്ന് പറയാണ്. വച്ചുപ് രഹ, അദ്ദേഹം അപ്പൊ ഇത് കേട്ടപ്പോ എന്താണ്, മിണ്ടാണ്ടായി. അതായത് റിട്ടയർ ആയി, ടീച്ചർ ആയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അദ്ദേഹം എന്തായി, മിണ്ടാണ്ടായി എന്ന് പറയണം. മാനോ കൈ ഖോ ഗയാഹോ, അതായത് ഞാൻ ടീച്ചറാണ്, റിട്ടയർ ആയ ടീച്ചറാണെന്ന് പറഞ്ഞപ്പോ വോയിസ് പെർഫെക്റ്റ് ആയിരുന്നു, സ്റ്റാൻഡർഡൈസ്ഡ് ആയിരുന്നു. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ എന്തുണ്ട്, ആ ഒരു ഭയം ഉണ്ട്. ബിക്കോസ് അദ്ദേഹത്തിന്റെ റിയാക്ഷൻ എന്തായിരിക്കും എന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനത്തെ ഒരു പേടി അദ്ദേഹത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ട് എന്ന് പറയാണ്. വച്ചുപ്രഹ, അപ്പൊ ഞാൻ ഈ തിരിച്ച് മറുപടി പറഞ്ഞപ്പോ അദ്ദേഹം അദ്ദേഹം മിണ്ടാണ്ടിരുന്നു എന്ന് പറയാണ്. മാനോ കഹി ഖോ ഗയാഹോ, എവിടെയോ അദ്ദേഹം ഇങ്ങനെ ലോസ്റ്റ് ആയി പോയ പോലത്തെ ഒരു റിയാക്ഷനിലേക്ക് അദ്ദേഹം എത്തി എന്ന് പറയാണ്. മാനോ കുച്ച് യാദ് കർ രഹോ, എന്താണ് വേറൊന്നും അല്ല, അദ്ദേഹം വേറെ എന്തൊക്കെയോ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുകയാണ് എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് ആരെത്തി, നമ്മുടെ റൈറ്റർ, നമ്മുടെ അമൃത്ലാൽ വേഗർ എത്തി. എന്തോ അദ്ദേഹം, ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ, അതായത് ഞാനൊരു ടീച്ചറാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മൈൻഡ് വേറെ എവിടേക്കോ പോയി, അദ്ദേഹം കംപ്ലീറ്റ്ലി ഡൈവേർട്ടഡ് ആയി. അതായത് അദ്ദേഹം ആ ഒരു മെന്റൽ സ്റ്റേറ്റിൽ നിന്ന് കംപ്ലീറ്റ്ലി ഒരു ശാന്തനായിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് മാറി. സോ എന്താണ്, അദ്ദേഹം വേറെ എന്തോ ഡൈവേർട്ടായി ചിന്തിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെ. ഇനി നോക്കിയേ, മാനോ ഉസ്കാ ഭീതർ, മാനോ ഉസ്കേ ഭീതർ, അദ്ദേഹത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്താണ്, കുച്ച് ആലോഡിത്ത് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയോ ഇങ്ങനെ കറങ്ങുന്നുണ്ട് എന്നുള്ള ഒരു മീനിങ് ആണ്. ഇനി നോക്കിയേ, കുച്ച് ക്ഷണത്തക്ക്, കുറച്ച് നേരത്തേക്ക്, ക്ഷൺ എന്ന് പറഞ്ഞ നിമിഷം അല്ലെങ്കിൽ മൊമെന്റ്, കുറച്ച് നേരത്തേക്ക് എന്താണ്, മുജെ ഏക് ടാക്ക് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട്, അതായത് എന്നെ തന്നെ ഇങ്ങനെ നോക്കാൻ തുടങ്ങി എന്ന് പറയാണ്. ദേഖ്തേ രഹനെ കെ ബാദ്, കുറച്ചു നേരം എന്നെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത് കഴിഞ്ഞിട്ട് ബോല അച്ഛാ സോജാവ്, എന്നാ ശരി നിങ്ങൾ ഉറങ്ങിക്കോ എന്ന് ഭയങ്കര കാര്യമായിട്ട് പറയണം. അച്ഛാ സോജാവ് എന്ന് പറഞ്ഞാൽ എന്നാ ഉറങ്ങിക്കോ എന്ന് പറയാണ്. ഇനി അടുത്ത് നോക്കിയേ, മേ സിർ സേ ലേക്കെ പാവ് തക് ഓടുകർ സോഗയ, സിർസയിലേക്ക് തല തുടങ്ങി പാവ് എന്ന് പറഞ്ഞാൽ കാല് വരെ എന്താണ്, ഓടുക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്, കംപ്ലീറ്റ്ലി പൊതച്ചിട്ട്, സോഗയ എന്ന് പറഞ്ഞാൽ ഉറങ്ങി എന്ന് പറയാണ്. സോച്ച ഷായദ് അബ് വ ചലാ ജായേ, അപ്പൊ എന്ത് ചിന്തിച്ചിട്ടാണ് കിടക്കുന്നത്, ഇനിയെങ്കിലും ആ ഒരു പാകലാത്മ ഇവിടുന്ന് പോയിക്കോളും എന്നുള്ളൊരു ചിന്തയിൽ അദ്ദേഹം തല തുടങ്ങി കാല് വരെ പൊതച്ചിട്ട് കിടന്നുറങ്ങാൻ തുടങ്ങി.
തബി ഏക് വിചിത്ര ഘടന ഘട്ടി. വിചിത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ഘടന എന്ന് പറഞ്ഞാൽ ഒരു സംഭവം അവിടെ സംഭവിച്ചു എന്ന് പറയാണ്. ഘടന എന്ന് പറഞ്ഞാൽ ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ സംഭവം അവിടെ സംഭവിച്ചു അല്ലെങ്കിൽ അവിടെ ഹാപ്പൻഡ് ആയി എന്ന് പറയാണ്. അച്ചാനക് ഉസ്നെ മേരെ പേർ ദബാനെ ശുരു കർ ദിയ. അച്ചാനക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സഡൻലി അദ്ദേഹം എന്ത് ചെയ്തു, എന്റെ കാലുകള് ഞെക്കാൻ തുടങ്ങി എന്ന് പറയാണ് അല്ലെ. ഇത്രയും നേരം വളരെയധികം സ്ട്രെസ്ഡ് ആയിട്ട് വളരെയധികം മെന്റൽ പോലത്തെ പ്രവൃത്തികൾ ചെയ്ത ഒരാള് പെട്ടെന്ന് ഹി ഗോട്ട് ട്രാൻസ്ഫോംഡ് അല്ലെ, നല്ലൊരു മനുഷ്യനായിട്ട് അദ്ദേഹം മാറി. ഒട്ടും തന്നെ എക്സ്പെക്ട് ചെയ്യാത്ത കാര്യമാണല്ലോ. ഇത്രയും നേരം കംപ്ലീറ്റ് ആയിട്ട് അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, അവരെ ചാട്ടവാറ് വെച്ച് അടയ്ക്കൂ എന്ന് പറയുന്നു, CID ആണെന്ന് പറയുന്നു, ബാഗിലുള്ള സാധനങ്ങൾ വലിച്ചെറിയുന്നു. പക്ഷെ വൺസ് അദ്ദേഹം ഒരു ടീച്ചറാണ്, ആ ബുക്ക് കണ്ടതോട് അല്ലെങ്കിൽ ആ ഒരു ബുക്ക് ആ ബാഗിൽ കണ്ടതോടുകൂടി അത് കഴിഞ്ഞ് ടീച്ചറാണെന്ന് അറിയാണ് അമൃത്ലാൽ വേഗർ. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താണ്, ഹി കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ് അല്ലെ, കംപ്ലീറ്റഡ് അദ്ദേഹത്തിന്റെ സ്വഭാവം തന്നെ മാറി എന്ന് വേണമെങ്കിൽ പറയാം. അതാ പറയുന്നത് മേരെ പേർ ദബാനി ശുരു കർ ദിയ എന്ന് പറഞ്ഞ എന്റെ കാലുകൾ അദ്ദേഹം ഞെക്കാൻ തുടങ്ങി എന്ന് പറയാണ്. ഞെക്കാൻ എന്ന് പറഞ്ഞാൽ പ്രസ് ചെയ്ത് ഇങ്ങനെ ഞെക്കാൻ തുടങ്ങി എന്ന് പറയാണ്. ഇതിനടുത്ത് നോക്കിയേ, സഖേ മസ്ബൂത് ഹാത്ത് കാ സ്പർശ് അനുഭവ് കർത്തേ ഹി മേ കാപ്പ് സാ ഗയ. സഖേ മസ്ബൂത്ത് എന്ന് പറഞ്ഞാൽ, സഖേ എന്ന് പറഞ്ഞാൽ ഭയങ്കര റിജിഡ്. ഓക്കെ, ഉസ്കെ എന്നാണ് കേട്ടോ ഇവിടെ, സഖേ അല്ല ഉസ്കെ. ഓക്കെ, ഉസ്കെ മസ്ബൂത്ത് ഹാത്ത്, അദ്ദേഹത്തിന്റെ മസ്ബൂത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു കൈകൾ. ഹാത്തോ എന്ന് പറഞ്ഞാല് കൈകളുടെ സ്പർശ്, സ്പർശ് എന്ന് പറഞ്ഞാൽ ടച്ച്. എന്താണ്, അനുഭവ് കർത്തേഹി, അനുഭവിച്ചുകൊണ്ട് എന്താണ്, മേ കാപ്പ് സാഗ, ഞാനൊന്ന് വിറച്ചു പോയി എന്ന് പറയണം. ബിക്കോസ് ഓൾറെഡി പേടിച്ച് വിറച്ച് കിടക്കുകയാണ്. പെട്ടെന്ന് ഒരാൾ വന്ന് കാലിൽ നിൽക്കുക, അതും നല്ല സോഫ്റ്റ് അല്ല, ഭയങ്കര ഹാർഡ്, ഭയങ്കര റിജിഡ് ആയിട്ടുള്ള ഒരു സർഫസ് ഉള്ള കൈയുള്ള ആള് വന്ന് കാല് ഭയങ്കര ഡീസെന്റ് ആയിട്ട് ഞെക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു മൊമെന്റിൽ ആരായാലും ഒന്ന് പേടിച്ചു പോലെ. സോ മേ കാപ്പ് സാഗ എന്ന് പറഞ്ഞാൽ ഞാനൊന്ന് ഞെട്ടിത്തെറിച്ചു പോയി എന്ന് പറയാണ്. ഏക് കരുക്കെ, ഓരോന്നോരോന്നായിട്ട് എന്താണ്, ദോനോ പേർ, രണ്ട് കാലുകളും ഖൂബ് അച്ചി തരസേ ദബായി, നല്ല രീതിക്കാണ് അദ്ദേഹം എന്റെ കാലുകൾ ഞെക്കി തന്നത്. സോ നമുക്കറിയാം അവരൊരു പദയാത്രയിലാണെന്ന് നമുക്കറിയാം. അതായത് അത്രയും ദൂരം നടന്ന് ക്ഷീണിച്ച് വരുമ്പോൾ ഒരാള് കാല് ഞെക്കി തരുമ്പോൾ അത് ആരായാലും എന്താണ്, വളരെയധികം നമുക്ക് സൂതിങ് ആയിട്ട് തോന്നും, വളരെയധികം നമുക്ക് നല്ലൊരു ഫീല് കിട്ടുമെന്ന് പറയണം അല്ലെ. സോ അദ്ദേഹം അത്രയും ദൂരം നടന്ന് കഷ്ടപ്പെട്ട് വന്ന ഒരാളും കൂടിയാണ് അല്ലെ. സോ അതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഉസ്മേ ബഡി താക്കത്തി, അദ്ദേഹത്തിന്റെ ഉള്ളിൽ നല്ലൊരു ശക്തി ഉണ്ടായിരുന്നു. താക്കത്ത് എന്ന് പറഞ്ഞാൽ ഹി വാസ് വെരി സ്ട്രോങ് എന്ന് പറയാണ്. ഫിർ ഹാത്ത് ദബായി, അത് കഴിഞ്ഞിട്ട് കൈകൾ ഞെക്കി, ഭയങ്കര ഈസി ആയിട്ട് അദ്ദേഹം കൈകൾ ഞെക്കാൻ തുടങ്ങിയെന്ന് പറയാണ്. ഹാത്ത് കി ഏക് ഉംഗ്ലിയാ ദബായി, കൈകൾ ഞെക്കിയപ്പോൾ ഓരോ ഫിംഗേഴ്സ് ആയിട്ട് അദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങി, ഞെക്കാൻ തുടങ്ങി എന്ന് പറയാണ്. ഹാത്ത് കി, കൈകളുടെ, ഏക് ഉംഗ്ലി ദബായി, ഓരോ ഉംഗ്ലി, ഓരോ ഫിംഗേഴ്സ് അദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങി, പ്രസ് ചെയ്യാൻ തുടങ്ങി എന്ന് പറയാണ്. ഹർ ഗഡി, ഓരോ പ്രാവശ്യം അദ്ദേഹം അല്ലെങ്കിൽ ഓരോ മിനിറ്റിലും അദ്ദേഹം ഈ ഒരു പ്രവൃത്തി ചെയ്തപ്പോ എന്താണ്, ചിന്താ ബനി രഹി കി കഹി കോയി ഉംഗലി ചട്ടക്കാനതെ. ഓക്കെ, നമ്മൾ തന്നെ ചിരിച്ചു പോകും, അദ്ദേഹം ഭയങ്കര പേടിച്ചിരിക്കുകയാണല്ലേ. സോ അദ്ദേഹം പറയുന്ന മെയിൻ കാര്യം എന്താണ്, ഹർ ഗഡി, ഓരോ പ്രാവശ്യം അദ്ദേഹം ഈ ഒരു കൈകൾ ഞെക്കുമ്പോൾ, ഓരോ പ്രാവശ്യം അദ്ദേഹം അവർ ഈ ഒരു ഫിംഗേഴ്സ് ഞെക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ വരുന്ന ചിന്ത എന്താണ്, ഹർ ഗഡി ചിന്താ ബനി രഹി എന്ന് പറഞ്ഞ അദ്ദേഹം കംപ്ലീറ്റ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങി. എന്താണ്, കി കഹി കോയി ഉംഗലി ചട്ടുക്കാനതെ. ഉംഗലി എന്ന് പറഞ്ഞാൽ ഫിംഗേഴ്സ്, അദ്ദേഹം ചട്ടുക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ ഒടിച്ചു കളയല്ലേ, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ നമ്മൾ ചെയ്യില്ലേ, നമ്മൾ ഞെട്ടൊടിക്കുക എന്നൊക്കെ പറയില്ല. അദ്ദേഹം അങ്ങനെ ഒടിക്കുമോ എന്നുള്ളൊരു പേടി എല്ലാവർക്കും ഉണ്ട് അല്ലെ. സ്പെഷ്യലി ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാള്, അതായത് അത്രയും നേരം നെഗറ്റീവ് മൂഡിൽ നിന്നൊരാള് പെട്ടെന്ന് ട്രാൻസ്ഫോം ആയി നല്ലൊരു മനുഷ്യനായി മാറുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചിന്തിക്കും, ദൈവം ഇദ്ദേഹത്തിന് എന്താ പറ്റിയത് എന്നുള്ളൊരു കാര്യം ആരായാലും നമ്മളൊന്ന് ചിന്തിച്ചു പോകും. സോ അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചിട്ട് വിചാരിക്കുകയാണ്, ദൈവമേ കൈ ഞെക്കണ സമയത്ത് ഇനി അദ്ദേഹം അറിയാണ്ടത് ഒടിക്കോ എന്നുള്ളൊരു പേടി അതിൻ്റെ ഉള്ളിലുണ്ട്. ഉസ്കേ ബാദ്, അത് കഴിഞ്ഞിട്ട് മേരി മുട്ടി എന്ന് പറഞ്ഞാൽ ഈ കൈ മുട്ടി ഇങ്ങനെ മടക്കി പിടിക്കില്ലേ നമ്മൾ, അതിനെയാണ് നമ്മൾ മുട്ടി എന്ന് പറയുന്നത്. നമ്മൾ ഇങ്ങനത്തെ ഒരു പൊസിഷനിൽ പിടിക്കുമ്പോൾ ദിസ് ഇസ് മുട്ടി. അപ്പൊ അതാ വേണം മേരി മുട്ടി ഖോലി, എന്റെ മുട്ടുകൈ അല്ല എന്റെ കൈയിന്റെ ആ ഒരു ഇത് തുറന്നിട്ട് എന്ത് ചെയ്തു, ഉസ്മേ കുച്ചിറക്ക, അതിന്റെ ഉള്ളിൽ എന്തോ വെച്ചു. അങ്ങനെ എന്നത് ഓർ ബന്ദ് കി ഓർ ചലാകിയ, അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്ത്, കൈമുട്ട് തുറന്നു, എന്തോ ഒരു സാധനം വെച്ചു. അതിപ്പോ പറയുന്നില്ല, പിന്നീട് റിവീൽ ചെയ്യുന്നുണ്ട്. എന്തോ ഒരു സാധനം വെച്ചു, എന്നിട്ട് കൈ നോർമൽ പൊസിഷനിൽ തിരിച്ചടച്ചു, എന്നിട്ട് അവിടെ നിന്ന് പോയി എന്ന് പറയണം. ഓർ ചലാഗയ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോയി എന്ന് പറയണം. അപ്പൊ ഇത്രയും നേരം ഇല്ല, ഇനി അടുത്തതാണ് അടുത്ത രസം. उसके जाते ही छोटू ने दरवाजा बंद अंदर से बंद करके उस पर ताला लगा दिया. ഇത്രയും നേരം പിടിച്ചിട്ട് അപ്പൊ അദ്ദേഹം ആ ഡോറ് ക്രോസ് ചെയ്തത് കാണാനില്ല നമ്മുടെ ചോട്ടു, അതായത് നമ്മുടെ അമൃത്ലാൽ വേഗത്തിന്റെ സഹായി എന്ത് ചെയ്തു, അപ്പൊ തന്നെ അദ്ദേഹം പോയപ്പോ തന്നെ അദ്ദേഹത്തിന്റെ പുറകിൽ പോയി വാതിലടച്ചു.
ദർവാസ അന്തർ സേ ബന്ദ് കർക്കെ എന്ന് പറയുന്നത് വാതില് പുറത്തു നിന്ന് അടച്ചു, പുറത്തുനിന്നല്ലാണ്ട് ഉള്ളിൽ അന്തർ സേ ബന്ദ് കർക്കെ എന്ന് പറഞ്ഞാൽ പുറത്ത് നിന്നല്ല ഉള്ളിൽ നിന്ന് അദ്ദേഹം എന്ത് ചെയ്തു, അടച്ചു എന്ന് പറയണം. അടച്ച് മാത്രമല്ല ഉസ് പർ അതിന്റെ ഉള്ളിൽ എന്ത് ചെയ്തു, താല ലഗാദിയ, താല എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ലോക്ക് ഇട്ടു എന്ന് പറയാണ്. ഹംനെ രാഹത് കി സാസ്ലി, അപ്പൊ അദ്ദേഹം പോയപ്പോ തന്നെ ഞങ്ങൾക്ക് ഒരു ആശ്വാസം, ഒരു റിലീഫ് ആയിരുന്നു ഇവിടെ. രാഹത് കി സാസ്ലി എന്ന് പറഞ്ഞാൽ ഭയങ്കര ആശ്വാസമായിട്ട് ഞങ്ങളൊന്ന് ബ്രീത്ത് ചെയ്തു എന്ന് പറഞ്ഞു. ഇത്രയും നേരം ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടിരുന്ന രണ്ടാൾക്കാർക്ക് ആ ഒരു സ്ട്രെസ് അവിടെ നിന്ന് പോയപ്പോൾ ഭയങ്കര അധികം സന്തോഷമായി എന്ന് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, ലേക്കിൻ നീന്ത് നഹിയായി, പക്ഷെ എത്രയൊക്കെ പോയിട്ട് ഞങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല എന്ന് പറയാണ്. മേ ജാഗ്താ പടാ രഹാ, ഞാൻ അങ്ങനെ കണ്ണ് തുറന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാണ്. और सोचता रहा, ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ്, कि उसमें एकाएक बदलाव क्यों कर आया. അപ്പൊ അദ്ദേഹം ചിന്തിക്കുകയാണ്, കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹം ചിന്തിക്കുകയാണ്, അദ്ദേഹത്തിന് എന്തിനാണ് പെട്ടെന്ന് ഒരു ചേഞ്ച് വന്നത്. ഇത്രയും നേരം ഭയങ്കര ആംഗ്രി മൂഡിലിരുന്ന ആള് പെട്ടെന്ന് എങ്ങനെ ചേഞ്ച് ആയി. സോ ഹീസ് വെരി കൺഫ്യൂസ്ഡ് അല്ലെ, എങ്ങനെ പറ്റി, അദ്ദേഹം എന്താ പറ്റിയത്. സോ അത് മാത്രം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഓർ സോച്ച് തരാം, അദ്ദേഹം അങ്ങനെ കിടന്നിട്ട്, ഉറക്കം വന്നിട്ടുണ്ടായിരുന്നില്ല, അപ്പൊ അങ്ങനെ കിടന്നിട്ട് അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകായേക്ക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, ബദലാവ് ക്യൂ കർ ആയ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പെട്ടെന്ന് അദ്ദേഹത്തിന് ആ ഒരു ചേഞ്ച് വന്നത് എന്ന് പറയാണ്. വിനമ്ര കേസേ ബൻ ഗയ. ഉദഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഉദഡ് എന്ന് പറഞ്ഞാൽ വളരെയധികം നോട്ടി അല്ലെങ്കിൽ വളരെയധികം എന്താണ് ഒരു നെഗറ്റീവ് ക്യാരക്ടറിൽ നിന്ന ആള് പെട്ടെന്ന് എങ്ങനെ ഇത്ര പൊളൈറ്റ്, ഇത്ര വിനീതമായിട്ടുള്ള ഒരു മനുഷ്യനായി മാറി എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. സോ ഈസ് വെരി കൺഫ്യൂസ്ഡ്, എന്താ ഇപ്പൊ നടക്കണം ഇവിടെ എന്നുള്ളൊരു മൈൻഡിലാണ് അദ്ദേഹം. മുട്ടി കോൽക്കരുത്, അപ്പൊ അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, ഈ കൈമുട്ട്, അതായത് കയ്യിലത്തെ ആ ഒരു മുട്ടി എന്ത് ചെയ്തു, അദ്ദേഹം തുറന്നു നോക്കി എന്ന് പറയാണ്. അതായത് മുട്ടി അല്ലെങ്കിൽ ഫിസ്റ്റ് അദ്ദേഹം ഖോൽക്കർ ദേഖ. ഉസ്മേ 20 പൈസ കാ സിക്ക. അപ്പൊ തുറന്നു നോക്കിയപ്പോൾ അദ്ദേഹം കാണുന്നത് എന്താണ്, 20 രൂപയുടെ കോയിൻ അതിലുണ്ട്. അദ്ദേഹത്തിന് മനസ്സിലായി. ധീരെ ധീരെ, അപ്പൊ അങ്ങനെ പതിയെ പതിയെ എന്താണ്, ഗതി സുലജനെ ലഗി. ഓക്കെ, ഗുത്ഠി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഗുത്ഠി എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു പസില് അവിടെ സോൾവ് ആവാൻ തുടങ്ങി. സുലജ്ന എന്ന് പറഞ്ഞാൽ സോൾവ് ആവാൻ, പരിഹാരം വരാൻ തുടങ്ങി. അത് ഇത്രയും നേരം സംഭവിച്ച ആ ഒരു കാര്യത്തിന് ഇവിടെ പസില് വേറൊന്നുമല്ല, നെഗറ്റീവ് മൂഡിൽ നിന്ന ആളെ പെട്ടെന്ന് നല്ലൊരു മനുഷ്യനായി മാറി. സോ ആ ഒരു കാര്യം അദ്ദേഹത്തിന്റെ മൈൻഡിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ വരാൻ തുടങ്ങി. അതിന് മനസ്സിലായി, ആ ഇതാണല്ലേ സംഭവം എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. കിതാബോ കോ ഉസ്നെ ഫേക്കാനെ, പിന്നെ അദ്ദേഹം പാസ്റ്റിൽ ചിന്തിച്ചിട്ട് പോയിട്ട് ചിന്തിക്കുകയാണ്. കിതാബോ കോ ഉസ്നെ ഫേക്കാനെ, ബുക്ക് അദ്ദേഹം കണ്ടപ്പോൾ അദ്ദേഹം അത് വലിച്ചെറിഞ്ഞില്ല. ഫേക്കാനഹി എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് വലിച്ചെറിഞ്ഞില്ല എന്ന് പറയാണ്. കിതാബെ ദേക്കർ, ആ ഒരു ബുക്ക് കണ്ടിട്ട്, അൻജാനെ, ഓക്കെ, അൻജാനെ ഹോഗി കി യ ഷായദ് ലിഖ്നെ പഠനെ വാല ആദ്മി ഹൈ. അപ്പൊ ആ ഒരു ബുക്ക് തിരിച്ചു വെക്കണ കണ്ടപ്പോ മേ ബി വി ക്യാൻ അസ്യൂം അദ്ദേഹം നല്ല പഠിപ്പും വിവരമുള്ള ഒരാളാണ്. ബിക്കോസ് ഒരു പഠിപ്പും വിവരമുള്ള ആള് ബുക്ക് വലിച്ചെറിയില്ല അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ അത്രയും റെസ്പെക്ട് ചെയ്യുന്ന കുറച്ച് മെറ്റീരിയൽസ് ആണ് ഈ ബുക്ക്, ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാനും. സോ എന്താണ്, ഒരു വിവരമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, അങ്ങനെ ടെക്സ്റ്റ് ബുക്ക് വലിച്ചെറിയില്ല എന്ന് പറയാണ്. ഷായദ് ഗുരു ഹെ, ചിലപ്പോൾ അദ്ദേഹം ഒരു ഗുരു ആണ് എന്ന് പറയാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, उस विक्षिप्त अवस्था में भी हम उसके अवचेतना में यह संस्कार दबा पड़ा था कि गुरु का तो आदर करना चाहिए. അപ്പൊ എന്താണ് ഉസ് വിക്ഷിപ്ത് എന്ന് പറഞ്ഞാൽ വേറെ അത്രയും എന്താണ് നെഗറ്റീവ് ആയിട്ടല്ല, അത്രയും എന്താണ് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൊമെന്റിലും എന്താണ് ഉസ്കെ അവചേതന. ഉസ്കെ അവചേതന എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അൺകോൺഷ്യസ് മൈൻഡ് എന്താണ്, യഹ് സംസ്കാർ ദബാ പടാത്ത, അദ്ദേഹത്തിന്റെ അൺകോൺഷ്യസ് മൈൻഡിൽ ആ ഒരു സംസ്കാരം, ആ ഒരു കൾച്ചർ ഒളിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു എന്ന് പറയാണ്. എന്താണ് ആ സംസ്കാരം, കി ഗുരു ക, ഗുരുവിന്റെ എന്താണ്, തോ ആധാർ കർണാ ചായി, അവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം എന്നുള്ളൊരു സംസ്കാരം അദ്ദേഹത്തിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു അബോധാവസ്ഥയിൽ ഉണ്ട് എന്ന് അവര് മനസ്സിലാക്കുകയാണ് അല്ലെ. ബുക്ക് കണ്ടിട്ട് അറിഞ്ഞില്ല, ബിക്കോസ് ആ ഒരു സമയത്ത് അദ്ദേഹം ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുകയായിരുന്നു. ഓൾറെഡി ഇനി മകനായിട്ട് കോൺവെർസേഷൻ നടത്തുമ്പോൾ പറയുന്നുണ്ട് ഒരു പാഗലാത്മിയാണ് എന്ന് പറയുന്നുണ്ട്. സോ അത്രയും നെഗറ്റീവ് മൂഡിൽ, അത്രയും ആ ഒരു നെഗറ്റീവ് സിറ്റുവേഷനിൽ അദ്ദേഹം ഇരിക്കുമ്പോൾ എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്, അതായത് ഹീസ് എ വെരി ഗുഡ് പേഴ്സൺ. അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിറച്ചിരിക്കുന്ന കൾച്ചർ, അതിനുള്ളിൽ നിറച്ചിരിക്കുന്ന വാല്യൂസ് ഒക്കെ അത്രയും നല്ലതാണ് അല്ലെ. ഒരു ബുക്ക് കണ്ടാൽ വലിച്ചെറിയരുത്, ഒരു ഗുരുവിനെ കണ്ടാൽ നമ്മൾ റെസ്പെക്ട് ചെയ്യണം എന്നുള്ള കാര്യം അദ്ദേഹത്തിന് ഈ ഒരു അവസ്ഥയിലും എന്തുണ്ട്, പ്രോപ്പർ ആയിട്ട് ഓർമ്മയുണ്ടെന്ന് അദ്ദേഹം എന്ത് ചെയ്യാണ്, പറയുകയാണ്. ഇനി അടുത്ത് നോക്കി, ഓർ യ മാലൂം ഹോനെ പർ, ഇത് മനസ്സിലായപ്പോ എന്താണ്, കി മേ ശിക്ഷക് ഹൂ, ഞാനൊരു ടീച്ചർ ആണെന്ന് അദ്ദേഹം പറഞ്ഞപ്പോ എന്താണ്, ഉസ്കാ വ്യവഹാർ, അദ്ദേഹത്തിന്റെ വ്യവഹാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ ഒരു ബിഹേവിയർ, പെരുമാറ്റം എന്താണ്, ഏകായിക് ബദൽ ഗയ, പെട്ടെന്ന് തന്നെ അത് ചേഞ്ച് ആയി എന്ന് പറയാണ്. ഉസ്കി വിഭിഷ്ടാവസ്ഥ പർ ഉസ്കെ സംസ്കാരോ നെ ബഡ്തി പാ ലീ ഥി, വേറൊന്നുമല്ല
അദ്ദേഹത്തിന് ആ ഒരു നെഗറ്റീവായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത്രയും മാനസികമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലും കൂടി അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ വാല്യൂസ്, അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്ന സംസ്കാരം അദ്ദേഹം പൊക്കി പിടിച്ചുകൊണ്ടിരുന്നു. അല്ലാണ്ട് എനിക്ക് ഭ്രാന്താണ് അല്ലെങ്കിൽ എനിക്ക് വട്ടാണ്, സോ ഐ ആം ഗോയിങ് ടു ഇഗ്നോർ എവറി വാല്യൂസ് ദാറ്റ് ഐ ഹാവ്, അങ്ങനെയല്ല അദ്ദേഹം ചെയ്തത്. അദ്ദേഹം കറക്റ്റ് ആയിട്ട് ഓരോ വാല്യൂസിനും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് പഠിപ്പിച്ച ഓരോ കാര്യം, റെസ്പെക്ട് ആരെയൊക്കെ ചെയ്യണം, എന്തൊക്കെയാണെന്നുള്ള ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ് കൊടുത്തത്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, ശിക്ഷക് ദിവസ് കെ അവസർ പർ, ശിക്ഷക് ദിവസ് എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് ഡേ. ഓക്കെ, ശിക്ഷക് ദിവസ് കെ അവസർ പർ പൂരേ ദേശ് മേ, എല്ലാ രാജ്യത്തും എന്താണ് അൻഗിനിത്, അൻഗിനിത് എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക, അതായത് എന്താണ് കൗണ്ട്ലെസ്, അല്ലെങ്കിൽ എന്താണ് കൗണ്ട് ചെയ്യാൻ പറ്റാത്തത്ര. ഓക്കെ, എന്താണ് ശിക്ഷകോ കാ സമ്മാൻ കിയാ ജാത്താ ഹെ, അതായത് ഈ ലോകത്തുള്ള എല്ലാ ടീച്ചേഴ്സിനും, അല്ലെങ്കിൽ ഈ വേൾഡിലുള്ള എല്ലാ ടീച്ചേഴ്സിനും നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ദിവസമാണ് ഇത് ഓഗസ്റ്റ് 5. അതായത് സ്പെഷ്യൽ അവരെ റെസ്പെക്ട് ചെയ്യും, നമ്മൾ അവരെ പൂജ ചെയ്യും, അങ്ങനത്തെ ഒക്കെ ഒരു ദിവസമാണ് ഈ സെപ്റ്റംബർ 5 എന്ന് പറഞ്ഞാൽ. മേരെ ഷെഹർ മേ, എന്റെ ഷെഹർ എന്ന് പറഞ്ഞാൽ എന്റെ ആ ഒരു സിറ്റിയിലും എന്താണ്, മേരാ ഭി കൈ ബാർ സമ്മാൻ ഹോ ചുക്ക, എന്റെ സിറ്റിയിലും എന്നെ കുറെ പ്രാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട്, റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. സമ്മാൻ ഹോ ചുക്ക എന്ന് പറഞ്ഞാൽ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയാണ്. ലേക്കിൻ ഉസ് രാത് കോ, ആ ഒരു രാത്രിയിൽ എന്താണ്, ഭയ് ഓർ ആതങ്ക്, ആതങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഭയവും ഉണ്ട്, അതുപോലെ തന്നെ ഭയങ്കര ടെറർ സിറ്റുവേഷനിൽ എന്താണ്, കെ സായിമേ, അതിന്റെ ഒരു ഷാഡോ അല്ലെങ്കിൽ അതിന്റെ ഒരു നിഴലിൽ എന്താണ് സംഭവിച്ചത്, ഹി സഹി, അതിപ്പോ ഒരു നെഗറ്റീവ് ആയിട്ട് നിൽക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിൽ കൂടി എന്താണ്, മുജെ ജോ സമ്മാൻ മില വ അപൂർവത, എനിക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു സമ്മാൻ, എനിക്ക് കിട്ടിയിരുന്ന ആ ഒരു റെസ്പെക്ട്, അത് അപൂർവമായിരുന്നു എന്ന് പറയണം. അപൂർവം എന്ന് പറഞ്ഞാൽ അത് വൺസ് ഇൻ എ ബ്ലൂ മൂൺ, അല്ലെങ്കിൽ ഭയങ്കര യുണീക്ക് ആയിരുന്നു, ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ആയിരുന്നു എന്ന് അദ്ദേഹം പറയാണ്. മാനോ കഭി നഹി സോച്ച, मैंने कभी नहीं सोचा था कि एक शिक्षक के रूप में मेरा सर्वश्रेष्ठ सम्मान इस प्रकार होगा. അപ്പൊ അദ്ദേഹം പറയാണ്, मैंने कभी नहीं, ഞാൻ ഒരിക്കലും നഹി സോച്ച, അതിനെ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്ത്, കി ഏക് ശിക്ഷക്, ഒരു ശിക്ഷക് എന്ന് പറഞ്ഞാൽ വി ഓൾ നോ, ശിക്ഷക് എന്ന് പറഞ്ഞാൽ ഒരു ടീച്ചർ, കെ രൂപമേ, ആ ടീച്ചറിന്റെ രൂപത്തിൽ എന്താണ്, മേരെ സർവശ്രേഷ്ഠ, എന്റെ ബെസ്റ്റ്, അല്ലെങ്കിൽ ഏറ്റവും മികച്ച സമ്മാനം, അല്ലെങ്കിൽ എന്റെ മികച്ച ആ ഒരു റെസ്പെക്ട് അവിടെ എനിക്ക് കിട്ടും എന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഇസ്കെ ബാദ് മുझे കച്ചി സി നീന്ത് പട് ഗയി. അപ്പൊ ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ, ആ ഒരു പ്രൗഡ് മൊമെന്റ് ഒക്കെ അദ്ദേഹം ഫീൽ ചെയ്ത് റീകളക്ട് ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് എന്താ മനസ്സിലായത്, അതിന് ചെറിയൊരു ഉറക്കം വരാൻ നോക്കുക. ചീസീനി എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആയിട്ട് ചെറിയൊരു മയക്കം അദ്ദേഹത്തിന് വന്നു എന്ന് പറയാണ്. സബേര ഹുവ, അങ്ങനെ രാവിലെ ആയി എന്ന് പറയാണ്. ബിക്രേ സാമാൻ കോ ഫിർ സേ പിട്ടു മേ ജമാത്തെ ഹുവേ ഛോട്ടു നീ കഹ. ബിക്രേ സാമാൻ എന്ന് പറഞ്ഞാൽ വലിച്ചെറിഞ്ഞിരിക്കുന്ന ഓരോ സാധനങ്ങളും എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഛോട്ടു പറഞ്ഞു, എന്താണ്, ആപ്നെ ഹമാരി കാനി കോടി തക്നെ ചോടി, ഉസ്നെ ഹമാരി കാനി കോടി തക്നെ ചോടി എന്ന് പറഞ്ഞാൽ വേറൊന്നല്ല, അദ്ദേഹം നമ്മുടെ ഒരു സാധനം പോലും എന്ത് ചെയ്തിട്ടില്ല, വിട്ടില്ല എന്ന് പറയാണ്. ഒരു സാധനം പോലും എറിയാണ്ടില്ല. പക്ഷെ ഒരു സാധനം എറിഞ്ഞിട്ടില്ല, അത് എന്താണെന്ന് പെട്ടെന്ന് കമന്റ് ബോക്സിൽ ഇടട്ടാ. എന്താണ് ആ ഒരു സാധനം, അദ്ദേഹം എറിയാണ്ടിരുന്ന ആ ഒരു സാധനം എന്താണ്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഇനി നോക്കിയേ, ദർവാസ ഖോൽക്കർ, വാതിൽ തുറന്നിട്ട്, ഹം ബാഹറായി, ഞങ്ങൾ പുറത്തോട്ട് വന്നു. പഡോസ് കെ യുവക് നേ കഹ, പഡോസിലെ യുവക് എന്ന് പറഞ്ഞാൽ നെയ്ബർഹുഡിലുള്ള ഒരു യുവാവ് വന്ന് പറഞ്ഞു, രാത് കോ ഏക് പാഗൽ നേ ഹമേ ബഹുത് പരേഷാൻ കിയ. അപ്പൊ എന്താണ്, പഡോസിലുള്ള ആ ഒരു യുവാവിനോട് ഇവര് പോയിട്ട് പറയാണ്, രാത്രി ഞങ്ങൾ ഒരു പാഗൽ, ഒരു പൊട്ടൻ അല്ലെങ്കിൽ ഒരു വട്ടായിട്ടുള്ള ഒരാൾ വന്ന് ഞങ്ങളെ കുറെ ഉപദ്രവിച്ചു എന്ന് പറയാണ്. ബഹുത് പരേഷാൻ കിയ എന്ന് പറഞ്ഞാൽ നല്ലോണം ഉപദ്രവിച്ചു എന്ന് പറയാണ്. ഓക്കെ, ഇനി നോക്കി, ഗണ്ടേ ഡേഡ് ഗണ്ടേ തക് ഹം ഡർത്തെ ഘബ്രാത്തെ. ഓക്കെ, ഘംകാത്തെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത്രയും പേടിച്ച് ഭീഷണിപ്പെട്ടൊക്കെ ഞങ്ങൾ ഇരിക്കുകയായിരുന്നു എന്ന് പറയാണ്. വേ ഹമേ പോട്ട് ബി സക്തി, പീട്ട് ബി സക്തി, ഞങ്ങൾ അവരെന്താ, ഞങ്ങളെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് തല്ലാൻ കൂടി കൈ പൊക്കി എന്ന് പറയാണ്. വേ മേരെ പിത, അപ്പോ ആ കേട്ടുകൊണ്ടിരിക്കുന്ന യുവാവ് ഇതൊക്കെ പറയാണ്, അതെന്റെ അച്ഛനാണെന്ന് പറയാണ്. ഓക്കെ, പ്രഗൽപൻ കാ ദോരെ പടുത്തേ ഹെ, പ്രഗൽപൻ അല്ല ഇവിടെ പാഗൽപൻ ആണ് ട്ടാ. ഓക്കെ, പാഗൽപൻ എന്ന് പറഞ്ഞാൽ വട്ടിന്റെ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന് അറ്റാക്സ് ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ അതിന്റെയൊക്കെ ആക്രമണം ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന് ഉണ്ടാവാറുണ്ടെന്ന് പറയാണ്. തബി ഏസി ഹർക്കത്തേക്ക്, അത് അപ്പോഴാണ് അച്ഛൻ ഇങ്ങനത്തെയൊക്കെ സ്വഭാവങ്ങൾ ചെയ്യുന്നത്, ഇങ്ങനത്തെയൊക്കെ പ്രവർത്തികൾ ചെയ്യുന്നത് എന്ന് പറയാണ്. പർ കിസിക്കോ മാർത്താനെ, പക്ഷെ അച്ഛൻ എന്ത് ചെയ്താലും ഒരാളെ പോലും തല്ലാറില്ല എന്ന് പറയാണ്. വൈസേ വ യഹാ നഹി രഹത്തെ, പക്ഷെ ശരിക്കും ഇപ്പൊ മകൻ പറയാണ്, അദ്ദേഹം ഇവിടെ അല്ല താമസിക്കുന്നത്, മണ്ഡിദ്വീപ് എന്ന് പറയുന്ന സ്ഥലത്ത്, മേരെ ഭായിയോ കെ പാസ്, എന്റെ ചേട്ടന്മാരുടെ അടുത്താണ് രഹത്തെ, എന്റെ ചേട്ടന്മാരുടെ അടുത്താണ് ശരിക്കും അച്ഛൻ താമസിക്കുന്നത്. രാത് കോയി ആയ, ഈ രാത്രി അച്ഛൻ വന്നുള്ളൂ. ഹമാരി മദത് കേലിയെ തും ആയേക്കൂനെ, നീ എന്തുകൊണ്ടാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ വരാണ്ടിരുന്നത്
എന്ന് ചോദിക്കുകയാണ്. അപ്പൊ പറയാണ് മേ ഖേത് പർ സോയാത്ത, ഞാൻ കിടന്നുറങ്ങിയത് എവിടെയാണ്, ഫീൽഡിലാണ്, അല്ലെങ്കിൽ ആ ഒരു കൃഷിത്തോട്ടത്തിലാണ് ഞാൻ കിടന്നുറങ്ങിയത്. ബിക്കോസ് ചാപ്റ്ററിന്റെ ഏറ്റവും തുടക്കത്തിൽ നമ്മൾ പറയുന്നുണ്ട് ഒരു വലിയ മഴ വരാൻ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. മഴ പെയ്യുന്നുമുണ്ട്. എന്നിട്ട് നോക്കിയേ, സോയാബീൻ കാട്ട് രഹാത്ത, സോയാബീൻ വിളവെടുത്തോണ്ടിരിക്കുകയായിരുന്നു. അഭിയായോ, ഇപ്പൊ വന്നുള്ളൂ എന്ന് പറയാണ്. ആപ്കെ യഹാ സെ ആനെ കെ ബാദ് മേ ചബൂത്രെ ചലാ ഗയ. ഓക്കെ, ആപ്കെ യഹാ ആനെ കെ ബാദ്, അതായത് ഇപ്പോ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതിന് മുമ്പ് അച്ഛൻ എവിടേക്ക് പോയി, ചബൂത്ര ചലാഗ എന്ന് പറഞ്ഞാല് ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമിലേക്ക് അച്ഛൻ പോയി എന്ന് പറയാം. അതായത് നല്ല സമതലമായിട്ടിരിക്കുന്ന ഒരു സ്ഥലത്തോട്ട് അച്ഛൻ പോയി എന്ന് പറയാണ്ട് പറയാണ് അബി വഹിഹെ, ഇപ്പൊ അച്ഛൻ അവിടെയാണ് എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാണ്. ഹമാരെ രാസ്ത ചബൂത്ര, ഹമാരെ രാസ്ത ചബൂത്രേ സെ ഹോക്കർ ജാത്താ ഹെ. അപ്പോ ഇനി നമ്മൾ സ്റ്റോറിയിലേക്ക് തിരിച്ചു, ഞങ്ങൾ പോകുന്ന ആ ഒരു വഴി ആ ഒരു പ്ലാറ്റ്ഫോമിലൂടെ കടന്നു പോകുന്ന വഴിയായിരുന്നു എന്ന് പറയാണ്. ഹം വഹാ സെ നിക്കലേ തോ വഹാ ഖടാ മില. ഞങ്ങൾ കറക്റ്റ് ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എന്താണ്, അദ്ദേഹം ആ ചബൂത്രേക്ക് പാസ് അല്ലെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോമിന്റെ അടുത്തായിട്ട് അദ്ദേഹം നിൽക്കുന്നത് കണ്ടു. ഖടാമില എന്ന് പറഞ്ഞാല് അദ്ദേഹം നിൽക്കുന്നത് കണ്ടു എന്ന് പറയാണ്. ഹംനെ ഉസ്കി ഓർ ധ്യാൻ നഹീ ദിയ, പക്ഷെ ഞങ്ങൾ അദ്ദേഹത്തിനെ കൂടുതൽ മൈൻഡ് ആക്കാൻ പോയില്ല, അല്ലെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ കൂടുതൽ എന്താണ് അറ്റൻഷൻ കൊടുക്കാൻ പോയില്ല, ശ്രദ്ധിക്കാൻ പോയില്ല എന്ന് പറയാണ്. തബി നീച്ചെ ഉത്തർക്കർ, അപ്പോഴാണ് അദ്ദേഹം എന്ത് ചെയ്ത് പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഉത്തർക്കർ ഘുട്ടനോ കെ ബൽ ജുക്കർ, ഘുട്ടന എന്ന് പറഞ്ഞാൽ മുട്ടില് താഴെ ഇങ്ങനെ നിന്നിട്ട് എന്ത് ചെയ്തു, അപ്പനെ ആപ്നെ മേരാ പാവ് ചുവ. ഓക്കെ, ഉസ്നെ മേരാ പാവ് ചുവ എന്ന് പറഞ്ഞാൽ എന്താണ്, അദ്ദേഹം എന്റെ കാലുകൾ തൊട്ട് വന്ദിച്ചു എന്ന് പറയാണ്. ഗുരുദേവ് ബഹുത് ശർമിന്ദാ ഹൂ, ഗുരുദേവ് എന്ന് പറഞ്ഞ ടീച്ചറെ മേ ബഹുത് ശർമിന്ദാ ഹൂ എന്ന് പറയാൻ ഞാൻ വളരെയധികം എന്താണ് ഭയങ്കര അഷെയിംഡ് ആണ്, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ലജ്ജിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ പറയാണ്. ക്യാ കർത്ത ദോരേജോ പെടുത്ത, ഞാൻ എന്ത് ചെയ്യാനാണ്, എനിക്ക് ഇങ്ങനെ വട്ടിന്റെ അറ്റാക്കുകൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, അപ്പൊ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയാണ്. ഉസ്കെ ചെഹരെ പർ പച്താവാ ഥാ ആഖോ മേ ആസു, അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായിരുന്നു പശ്ചാവ എന്ന് പറഞ്ഞാൽ ഒരു റീഗ്രറ്റ് ഫീലിംഗ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അതായത് ചെയ്യണ്ടായിരുന്നു, ചെയ്ത തെറ്റാണ്, അത് തെറ്റ് മനസ്സിലാക്കിയിട്ട് അത് തെറ്റാണെന്ന് ഉള്ള ഒരു ഫീലിംഗ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആ ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു എന്ന് പറയാണ്. അതുകൂടാണ്ട് എന്താണ്, ആഖോമേ ആസു, കണ്ണുകളിൽ കണ്ണുനീരും ഉണ്ടായിരുന്നു എന്ന് പറയാണ്. ബേനെ കഹ, അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഭായി ചേട്ടാ, തും നഹി ജാൻതെ, നിങ്ങൾക്കറിയില്ല, കി തുമ്നെ ഗുരുദേവോ കാ കിത്ന മാൻ ബടായ ഹെ, നിങ്ങൾക്കറിയില്ല ഈ ഒരു നെഗറ്റീവ് സിറ്റുവേഷനിലും നിങ്ങൾ ഗുരുദേവ് അല്ലെങ്കിൽ ഒരു ഗുരുവിന്റെ മാനം എത്രത്തോളം ഉയർത്തി എന്ന് നിങ്ങൾക്കറിയില്ല എന്ന് പറയാണ്. കിസി ഏക് ഗുരു കാ നഹി തമാം ഗുരുവോ കാ, ഒരു ഗുരുവിന്റെ അല്ല, പക്ഷെ തമാം, ഓൾ, തമാം എന്ന് പറഞ്ഞ എല്ലാം, ഓക്കെ, തമാം ഗുരുവോ കാ എന്ന് പറഞ്ഞ എല്ലാ ഗുരുക്കന്മാരുടെ മാനം നീ കാത്തു, അല്ലെങ്കിൽ അവരുടെ ആ ഒരു റെസ്പെക്ട് നീ കൂട്ടി എന്ന് പറയാണ്. ഇസ്കേ സാത്ത്, ഇത് കൂടാണ്ട്, ഹി ഹം ആകെ, ഇസ്കേ സാത്ത് ഹി ഹം ആകെ ബഡ്ലിയ, അപ്പോൾ ഇത് പറഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ മുന്നോട്ട് നടന്നു പോയി എന്ന് പറയാണ്. അതായത് അത് കഴിഞ്ഞിട്ട് കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും നിന്നില്ല, ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു വാട്ട് എവർ യു ഡിഡ് വാസ് ഗ്രേറ്റ്, പക്ഷെ എന്താണ്, നീ ആ ഒരു സമയത്ത് ഞങ്ങളുടെ ഒരു ഗുരുവിന്റെ മാത്രമല്ല പക്ഷെ കംപ്ലീറ്റ് ഗുരുക്കന്മാരുടെ റെസ്പെക്ട് നീ ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹവും ചോട്ടും അവിടെ നിന്ന് നടന്ന് മുന്നോട്ട് നീങ്ങി എന്ന് പറയാണ്. ലാസ്റ്റ് ലൈൻ നോക്കിയേ, ഓർ അത് കൂടാണ്ട് എന്താണ്, വ സിക്ക, അന്ന് തന്ന ആ ഒരു 20 പൈസ, അന്ന് തന്റെ ആ ഒരു 20 പൈസ എന്താണ്, ആജ് ബി മേരെ പാസെ, ഇന്നും എൻ്റെ അടുത്തുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ഇന്നും ആ ഒരു പൈസ എൻ്റെ അടുത്തുണ്ട് എന്ന് അദ്ദേഹം എന്ത് ചെയ്യണം, നമ്മൾക്കൊന്ന് ഒരു റിമൈൻഡർ തരെയാണ്, ഇന്നും അന്ന് തന്ന ആ ഒരു നാണയം എൻ്റെ അടുത്തുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ ചാപ്റ്റർ അവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണ്, അതിന്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന റേൻ ബസേരെ പ്രശ്ന ഓർ ഉത്തർ, അതായത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നോക്കിയേ, യാത്രാ വിത്ത് കി ഏക് മൻപസന്ദ് ദൃശ്യ കാ പട്കഥ ലിഖേ. നമ്മൾ ഇതിനു മുമ്പും പട്കഥ എഴുതിയിട്ടുണ്ട്. അത് എപ്പോഴും എനിക്ക് ഓർമ്മ ഉള്ളത്, നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ ബൂഡി കാക്കി എന്ന് പറയുന്ന ഒരു ബ്ലർബ് പഠിച്ചിട്ടുണ്ട് അല്ലേ, നമ്മുടെ ബൂഡി കാക്കി എന്ന് പറയുന്ന ഒരു ബ്ലർബ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചാപ്റ്ററിന്റെ ബ്ലർബ് ആണ് നമ്മൾ പഠിച്ചത്. പക്ഷെ അതിൽ നമ്മൾ പറയുന്നുണ്ട് പട്കഥ എങ്ങനെ എഴുതണം എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ 9th നമ്മൾ ചെയ്ത ഒരു കാര്യമാണ് എന്ത്, പട്കഥ എഴുതുക എന്നുള്ളത്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഒന്ന് റെഫർ ചെയ്യാം, അതെങ്ങനെ എഴുതണം. പട്കഥ എഴുതുന്നതും കോൺവെർസേഷൻ എഴുതുന്നതും സെയിം ആണ്, പക്ഷെ പട്കഥയ്ക്ക് മുമ്പ് നമ്മൾ എന്ത് കൊടുക്കണം, കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കണം. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഡീറ്റെയിൽസ്. നമുക്ക് നോക്കാം. ദൃശ്യ, എത്രാം ദൃശ്യാണ്, ദൃശ്യ ഏക്ക്, സ്ഥാൻ, സ്ഥലം എവിടെയാണ്, അധൂര ബന മന്ദിർ, അധൂര എന്ന് പറഞ്ഞാൽ പണി തീരാത്ത അമ്പലം. പാത്ര, ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്, ലേഖകണ്ട്, പാഗലാദ്മിണ്ട്. ഇഫ് യു വാണ്ട് യു ക്യാൻ ആഡ് ചോട്ടു ആസ് വെൽ, പക്ഷെ നമ്മൾ ഇവിടെ പറയുമ്പോൾ കോൺവെർസേഷൻ പാഗലാദ്മിനെ നമ്മുടെ ലേഖകന്റെ മാത്രം, അതുകൊണ്ടാണ് അവിടെ ചോട്ടുവിനെ ഇൻക്ലൂഡ് ചെയ്യാത്തത്. ഇനി സമയം, രാത് 12 ബജെ, രാത്രി 11 മണി. ഓക്കെ,
ബാരാ ബജെ എന്ന് പറഞ്ഞാൽ 11 മണി. ഓക്കെ, ഇനി ബാര അതായത് 11-12 മണിക്ക് ഇടയ്ക്കാണ് ആ ഒരു സമയം. 12 o'clock ആണ്. രാത് 12 ബജെ 12 o'clock സമയം. എന്താണ് വേഷ്ഭൂഷ്? വേഷ്ഭൂഷ് എന്ന് പറഞ്ഞാൽ വസ്ത്രം. എന്താണ്? കുർത്ത പൈജാമ. കുർത്ത പൈജാമ ആണ് അദ്ദേഹം യൂസ് ചെയ്ത ആ ഒരു ഡ്രസ് കോഡ്. ഇനി നോക്കിയേ, പാഗലാദ്മി പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്, തും ലോഗ് യഹാ കേസെ ഗുസായി? നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ വന്നത്? ലേഖക പറയാണ്, ജിൻഹോനെ യേ മന്ദിർ ബൻവായാ ഹെ ഉൻഹോനെ ഹമേ യഹാ ഠഹരായ ഹെ. ആരാണോ ഈ അമ്പലം ഉണ്ടാക്കിയത് അദ്ദേഹം തന്നെയാണ് ഞങ്ങൾ ഇവിടെ കൊണ്ട് താമസിച്ചിരിപ്പിക്കണെന്ന് പറയാണ്. ലേഖക പറയാണ്. അപ്പൊ പാഗലാദ്മി പറയാണ്, യ ദരി ഓർ ബാൾട്ടി കഹാസെ മിലി? ഈ ഡറി, അതുപോലെ തന്നെ ഈ ഒരു ബാൾട്ടി. ദരി എന്ന് പറഞ്ഞാൽ കട്ടി കൂടിയ പുതപ്പും ഈ ഒരു ബക്കറ്റും എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ലേഖക പറയാണ്, യേ സബ് മന്ദിർ ബൻവാനെ വാലി ने ही हमें दी है. ഇതൊക്കെ മന്ദിർ, ആ ഒരു അമ്പലം ഉണ്ടാക്കിയ ആള് തന്നെയാണ് ഞങ്ങൾക്ക് ഇതെല്ലാനും തന്നത് എന്ന് പറയാണ്. പാഗലാദ്മി പറയാണ്, ക്യാ സമജ്തേ ഹോ മേ സാദേ ബേഷ് മേ ചോറോ കാ പതാ ലഗാതാ ഹൂം? ഞാൻ നോർമൽ വസ്ത്രങ്ങൾ ധരിച്ചിട്ട് കള്ളന്മാരെ പിടിക്കുന്ന ഒരാളാണെന്ന് പറയാണ്. അപ്പൊ ലേഖക പറയാണ്, ഹം ചോർ നഹി, ഞങ്ങൾ കള്ളന്മാരല്ല എന്ന് പറയാണ്. അപ്പൊ പാഗലാദ്മി ആ ഒരു ബാഗിനെ പോയിന്റ് ചെയ്തിട്ട് പറയാണ്, ഇസ്മേ ക്യാ ഹെ? ഇതിന്റെ ഉള്ളിൽ എന്താണ് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ലേഖക പറയാണ്, ഉസ്മേ സിർഫ് സബ്ജി ഓർ കുച്ച് പുസ്തക്. അതിനകത്ത് വെജിറ്റബിൾസും ഉണ്ട്, അത് കൂടാണ്ട് കുറച്ച് ബുക്സും ഉണ്ട് എന്ന് പറയാണ്. പാഗലാദ്മി പറയാണ്, തുമ്ഹാരെ പാസ് പുസ്തക് ക്യൂ ഹെ? നിങ്ങളുടെ അടുത്ത് എന്തിനാണ് ഒരു പുസ്തകം ഉള്ളത് എന്ന് ചോദിക്കുകയാണ്. തും ക്യാ കർത്തെ ഹോ? നിങ്ങൾ ചെയ്യുന്ന വർക്ക് എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ലേഖക പറയാണ്, മേ ശിക്ഷക് താ, ഞാനൊരു ശിക്ഷക്കായിരുന്നു, അല്ലെങ്കിൽ ഞാനൊരു ടീച്ചർ ആയിരുന്നു എന്ന് പറയാണ്. ബച്ചേക്കോ പടാത്തത, കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ആയിരുന്നു എന്ന് പറയാണ്. പാഗലാദ്മി പറയാണ്, അംഗ്രേസി ജാൻതേ ഹോ? ഇംഗ്ലീഷ് പറയാൻ അറിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ലേഖക പറയണ, ഹാ മുझे മാലൂം ഹെ, അതൊക്കെ എനിക്കറിയാം എന്ന് പറയാണ്. പാഗലാദ്മി പറയണ, ഠീക് ഹെ തും യഹാ രഹ സക്തേ ഹോ? ഓക്കെ, ശരി, എന്നാൽ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാം എന്ന് പറയാണ്. അപ്പൊ ലേഖക പറയണം, ധന്യവാദ്. സോ ഈ ഒരു കാര്യം, അതായത് ഈ ഒരു പട്കഥ എന്ന് പറയുന്ന കാര്യം എന്താണ്, നമുക്ക് 2 കാര്യങ്ങളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിത് കോൺവെർസേഷൻ ആയിട്ട് എഴുതാൻ പറ്റും. അതായത് പട്കഥയിൽ ആദ്യം എഴുതിയ ഡീറ്റെയിൽസ് നമ്മൾ ഇഗ്നോർ ചെയ്താലും നമുക്കിത് അടുത്തൊരു ബ്യൂട്ടിഫുൾ കോൺവെർസേഷൻ കിട്ടി. പാഗലാദ്മിയും ലേഖകനും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ നമുക്ക് കിട്ടി. സോ ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവരും എന്ത് ചെയ്യണം? ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്കിത് 2 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. ഇനി ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ ആക്ച്വലി ഒരു കോൺവെർസേഷൻ ആണ്. അപരിചിത് വ്യക്തി കെ ജാത്തെ ഹി ഛോട്ടു ദർവാസ ബന്ദ് കർക്കെ ഊപ്പർ സെ താല ലഗാ ദിയ. ആ ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ആൾ അവിടെ നിന്ന് പോയപ്പോൾ, അല്ലെങ്കിൽ പാഗലാദ്മി അവിടെ നിന്ന് പോയപ്പോൾ ചോട്ടു ഓടിപ്പോയി വാതിലടയ്ക്കുന്നുണ്ട്. വാതിലടയ്ക്കുക മാത്രമല്ല ചെയ്യുന്നത്, കുറ്റിയും ഇടുന്നുണ്ട്. ഇസ് പ്രസംഗ് പർ, ഈ ഒരു അവസ്ഥയിൽ എന്താണ്, ചോട്ടു ഓർ ലേഖക് കെ ബീച്ച് കി ബാത്ചീത് ലിഖേ. ഈ ഒരു അവസ്ഥയിൽ ചോട്ടും അതുപോലെ തന്നെ ലേഖകും എഴുതിയ ആ ഒരു കോൺവെർസേഷൻ എന്ത് ചെയ്യണം? നമ്മളൊന്ന് റീക്രിയേറ്റ് ചെയ്യണം എന്ന് പറയാണ്. ചോട്ടു ആഖിർ വ ചലാ ഗയ, അറ്റ്ലാസ്റ്റ് അദ്ദേഹം അവിടെ നിന്ന് പോയി എന്ന് പറയാണ്. ലേഖക്, ഹാ വ ബിൽക്കുൽ പാഗൽ താ, ശരിയാണ്, അദ്ദേഹം വെറും ഭയങ്കര ഒരു മണ്ടനായിരുന്നു, ഒരു പാഗൽ, ഒരു പ്രാന്തനായിരുന്നു എന്ന് പറയാണ്. അപ്പൊ ചോട്ടു പറയാണ്, വ ഹമേ ബിനാ കോയി മത്ലബ് കെ സവാൽ പൂച്ച് രഹാ താ. ഒരു കാര്യവുമില്ലാണ്ട് അദ്ദേഹം എന്ത് ചെയ്യാൻ നമ്മളോട് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാണ്. അപ്പൊ ലേഖക പറയാണ്, मैंने जब सोचा तो लगा कि अगर इसमें उन्हें जवाब नहीं किया तो वह हमें मारेंगे. അപ്പൊ ലേഖക പറയാണ്, ഞാൻ വിചാരിച്ചു കറക്റ്റായിട്ട് അദ്ദേഹത്തിന് ഉത്തരം കൊടുത്തില്ലെങ്കിൽ പിന്നെ അദ്ദേഹം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അടിക്കും എന്ന് പറയാണ്. അപ്പൊ ചോട്ടു പറയാണ്, क्या तुम्हें पता है उसने क्यों आपके पैर दबाकर हाथ में सिक्का रख दिया? നിങ്ങൾക്കറിയോ എന്തുകൊണ്ടാണ് അദ്ദേഹം നിങ്ങളുടെ കൈകളൊക്കെ ഞെക്കിയിട്ട് കയ്യിലൊരു സിക്ക, ഒരു കോയിൻ വെച്ച് തന്നെ എന്തിനാണ് നിങ്ങൾക്കറിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ലേഖക പറയാണ്, ഷായദ് ഇസ്ലിയെ ക്യോങ്കി ഉസേ പതാ ചൽ ഗയാ കി മൈ ശിക്ഷക് ഹൂം. ചിലപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായിട്ടാണ് ഞാനൊരു അധ്യാപികനാണ്. അപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായല്ലോ, അപ്പൊ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അദ്ദേഹം കാല് വന്ന് ഞെക്കിയത് എന്ന് പറയാണ്. ചോട്ടു പറയാണ്, കിസ്നെ ലേക്കിൻ കേസെ, പക്ഷേ എങ്ങനെ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ലേഖക പറയാണ്, വ ऐसे व्यक्ति हैं जो शिक्षक और किताबों का सम्मान करता है इसलिए वह शांत हो गया. അദ്ദേഹം നല്ലൊരു പേഴ്സൺ ആണ്. ഒരു ശിക്ഷക് എന്ന് പറയുന്ന ഒരു പേഴ്സണെയും അതുപോലെ തന്നെ ബുക്സിനെയും അദ്ദേഹം റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണെന്ന് പറയാണ്. അപ്പൊ ചോട്ടു പറയാണ്, ആപ് സഹി കഹ രഹേ ഹോ, ശരിയാണ്, സാറ് പറയുന്നത് കറക്റ്റ് ആണ് എന്ന് ലേഖകനോട് പറയാണ്. അപ്പൊ ലേഖക പറയണ, ചോ ചലോ അബ് സോത്തെ ഹെ, എന്നാ വായോ നമുക്ക് കിടന്ന് ഉറങ്ങാം എന്ന് പറഞ്ഞ് അവിടെ ആ കോൺവെർസേഷൻ തീരുകയാണ്. ഓക്കെ, സോ ഇതാണ് മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള നമ്മുടെ ചാപ്റ്റർ, റെയിൻ ബസേരെ മേ എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം ഈ ഒരു വീഡിയോയോട് കൂടി നമ്മുടെ റെയിൻ ബസേര, അതായത് യൂണിറ്റ് 1 ആയ ഇക്കായി 1-ലെ ചാപ്റ്റർ 3 ആയ റെയിൻ ബസേരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ഒരു ചാപ്റ്റർ ആയിട്ട് കാണാം. ഓക്കെ, സോ ടിൽ ദെൻ ടാറ്റാ, ബൈ ബൈ ആൻഡ് സീ യു. ഓക്കെ.